ഹലോ മക്കളെ. അപ്പം അവധിക്കാലമൊക്കെ നിങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. യാത്രകളൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും യാത്രകളൊക്കെ പോകണം, നിങ്ങൾക്ക് ഒരു മാസവും കൂടെ മുന്നിലുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ പഠിക്കാനുള്ള ആ ഒരു മൈൻഡിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ചില മക്കൾക്കൊക്കെ നീറ്റൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും അല്ലെ, നീറ്റ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ജെഇ എഴുതണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നതാണ് മിസ് വിചാരിക്കുന്നത്. ഇനി അങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്വപ്നമൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്തിനാണ് ഇനി പോകേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കണം. കാരണം അവസാന നിമിഷം ഇപ്പൊ +2 ഒക്കെ കണ്ണടിച്ച് തുറക്കുമ്പോഴത്തേക്ക് അങ്ങ് കഴിയും. അത് കഴിഞ്ഞിട്ട് അവസാന നിമിഷം ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ നമുക്ക് വല്ലാതെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കില്ല നമ്മളപ്പോ എത്തിച്ചേരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെല്ലെ മെല്ലെ കുറച്ച് കോഴ്സസ് ഒക്കെ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്, ആ ഒരു പാഷൻ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. എല്ലാവരും ഇപ്പം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പ്ലേസ്ഡ് ആവണം എന്നുള്ളതല്ല മിസ് ഒരിക്കലും പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പാഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങളെ തന്നെ ഡൈവേർട്ട് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ ഇപ്പൊ തൊട്ട് തുടങ്ങണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് മുന്നോട്ടേക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബയോളജിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പൊ ബയോളജി പൊതുവെ എല്ലാവരും പറയും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാം +1 എഴുതിയ സമയത്ത് ബയോളജി അത്ര എളുപ്പമുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. നമുക്ക് ഒത്തിരി കോണ്ടന്റ്സ് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പം നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലെ. കുറേ കോണ്ടന്റ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, കുറേ ടേംസ് ഉണ്ട് അല്ലെ. ഒത്തിരി റീഡിങ് വേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. മറ്റേതൊക്കെ ആണെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്ത് അങ്ങനെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി എന്ന് പറയുന്നത് അല്ലെ. മറ്റേത് കോൺസെപ്ച്വലി നമ്മൾ ഓരോ സബ്ജക്ട്സും മനസ്സിലാക്കണം. ഫിസിക്സ് ആവട്ടെ, അതുപോലെ തന്നെ മാത്സ് ആവട്ടെ, കെമിസ്ട്രിയിലും കുറെ ഭാഗങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് കോൺസെപ്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ബയോളജി എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് മിസ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ബയോളജിയിലെ +2 ചാപ്റ്റേഴ്സ് നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. അപ്പം മിസ് ബോട്ടണിയും സുവോളജിയും സെപ്പറേറ്റ് ആയിട്ട് പറയാം. അപ്പൊ ബോട്ടണിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ +1 നമുക്ക് അത്യാവശ്യം നല്ല കോണ്ടന്റ് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. ഒത്തിരി ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത് കുഴപ്പമില്ല. പക്ഷെ ആ 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ചില കോൺസെപ്റ്റ്സ് ഒന്നും ഇപ്പോഴും മനസ്സിലാവാത്ത കുട്ടികളും ഉണ്ടാവും അല്ലെ. അപ്പം അതുപോലെ ബുദ്ധിമുട്ടിക്കുന്നതല്ല നമ്മുടെ +2. ബോട്ടണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറെ ടോപ്പിക്സ് ആണ് നമ്മുടെ +2 അപ്പൊ +2 നമുക്ക് മെയിൻ ആയിട്ട് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പം 5 ചാപ്റ്റേഴ്സിൽ എല്ലാ ചാപ്റ്റേഴ്സും ഒരേ വെയിറ്റേജ് തന്നെയാണ് മാർക്ക് വരാറുള്ളത്. ഇപ്പം ബോർഡ് എക്സാമിന്റെ കേസിലാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് തന്നെയാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ഫ്ലവറിനെ കുറിച്ച് പഠിക്കണം. ഫ്ലവർ ആണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് അല്ലെ, പ്ലാന്റ്സിലെ. അപ്പൊ ആ ഫ്ലവറിനെ കുറിച്ച്, പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഈവൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് ഉണ്ട്. പിന്നെ അതിൽ എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് പോളിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ, ഇത് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ അപ്പോമിക്സിസ്, പോളി എംബ്രിയോണി, ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ അതിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഭാഗങ്ങളാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ ടേംസ് ഇതിൽ പഠിക്കാനുണ്ട്. കുറേ ടേംസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ഫെർട്ടിലൈസേഷൻ ഈവൻസ്, അതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ എന്താണ്, മെഗാ സ്പോറോജെനസിസും അതുപോലെ തന്നെ മൈക്രോ സ്പോറോജെനസിസും ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പൊ അതൊരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മെമ്മറിയിൽ കുറച്ചും കൂടെ നിൽക്കും. അല്ലാണ്ട് നിങ്ങൾ ആ ടേംസ് മുഴുവൻ അതേ
അതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് നോട്ട് എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക. പിന്നെ അതിന്റെ ഡയഗ്രാംസ്, അവിടെ കുറേ ഡയഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് സിമ്പിൾ ആയിട്ട് റഫായിട്ട് വരച്ചു പഠിക്കുക. അതിൽ ചില ഡയഗ്രാംസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങൾ നിങ്ങൾ ആ ഒരു പാറ്റേണിൽ പഠിച്ചു പോവുക. പിന്നെ പോളിനേഷൻ ആണ്. പോളിനേഷൻ വളരെ എളുപ്പമാണ്. പോളിനേഷന്റെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കുറച്ച് പ്ലാന്റ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയുകയാണെങ്കിൽ നല്ല മണമുള്ള ഒരു പൂവ്, ഇപ്പൊ നമ്മൾ ഏതിന്റെ കേസ് എടുക്കാം, റോസോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ, ഇതുപോലുള്ള നല്ല മണമുള്ള കുറെ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ നല്ല ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താണ് ഇൻസെക്ട് പോളിനേറ്റഡ് ആണ്. അതായത് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പൊ നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ചുറ്റും കാണുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇനി വാട്ടറിൽ കാണുന്ന ചില പ്ലാന്റ്സ് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഓരോന്നും തമ്മിൽ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പോളിനേഷൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അപ്പോമെക്സിസും പോളിഎംബ്രിയോണിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നിങ്ങൾ പോകേണ്ടത്. സിമ്പിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പക്ഷെ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, അതിൽ ബയോടെക്നോളജിന്റെ 2 പാർട്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബയോടെക്നോളജിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് രണ്ട് നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്, ആ ഒരു പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുക. ഒരിക്കലും ആപ്ലിക്കേഷൻ ആദ്യം പോയി പഠിക്കരുത്, നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അതില് പ്രിൻസിപ്പിൾസും അതുപോലെ പ്രോസസ്സും ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സ്റ്റെപ്സ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി ആണ്. അതായത് റീകോമിനന്റ് DNA ടെക്നോളജിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ്, അതുപോലെ തന്നെ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഒക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ കംപ്ലീറ്റ് സ്റ്റെപ്പിനെ ഒരു ഓർഡറിലാക്കി പഠിക്കുക. അതായത് ഭാവിയിൽ മുന്നോട്ടേക്കും ആ ചാപ്റ്റർ ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കറക്റ്റ് സീക്വൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ലൈവിലൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇവിടെ പഠിച്ച ഈ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, മെഡിസിനിൽ എങ്ങനെയാണ്, അതുപോലെ അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യമാണ് ബയോടെക്നോളജിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ആ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഉള്ള 2 ചാപ്റ്റേഴ്സ് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഇക്കോസിസ്റ്റം. ഈ 2 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ തന്നെ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ ആ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് പഠിച്ചാൽ മതി. അതിൽ മോർട്ടാലിറ്റി, നാറ്റാലിറ്റി ആ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതുപോലെ ഇന്ററാക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഇനി എക്കോസിസ്റ്റം വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഒരു ഡീകമ്പോസിഷൻ പ്രോസസ്, അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ഭാഗവും നിങ്ങൾ ഒരു ഓർഡറിലാക്കി, അതൊരു ഫ്ലോ ചാർട്ട് ആക്കി അതും ഒന്ന് പഠിച്ചു വെക്കുക. അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് മിസ് പറയുന്നത്. അപ്പൊ ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ മീൻസ് എളുപ്പത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പലതവണയായിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് അല്ലെ. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗവും നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ബോട്ടണിന്റെ കാര്യം. ഇനി കമ്മിങ് ടു സുവോളജി. അപ്പൊ സുവോളജിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 8 ചാപ്റ്ററോളം ഉണ്ട്. അത്യാവശ്യം പഠിക്കാനുണ്ട്. +2 സുവോളജി, +1 ഉണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് +2. അപ്പൊ കൂടുതൽ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ +2 ബയോളജിയിൽ സുവോളജിക്കാണ്. ഓക്കെ, അപ്പൊ 8 ചാപ്റ്റേഴ്സ് വരുന്നതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷനും രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ആണ്. അപ്പൊ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അതിൽ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്കറിയാം ഈ പറഞ്ഞ പ്രഗ്നൻസി, അതുപോലെ മെൻസ്ട്രൽ സൈക്കിള്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് വരുന്നത്. അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതൊക്കെ നിങ്ങളോട്
ചോദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു പോർഷൻ ആണ് മിസ് ഇപ്പൊ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ. അപ്പൊ ആ ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആ ഒരു ഭാഗം STDs ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ ഇൻഫെർട്ടിലിറ്റീന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷൻസും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് 2 ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിലും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനിയുള്ള 2 ചാപ്റ്റർ നമ്മുടെ ജെനറ്റിക്സിന്റെ ചാപ്റ്റർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എവല്യൂഷൻ, അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ വരും. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ആ ഒരു ചാപ്റ്ററും വരും. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിനുശേഷമാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടില് പ്രിൻസിപ്പിൾസിൽ നമുക്കറിയാം മെൻഡൽസ് ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ലോയും നിങ്ങൾ പഠിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ അതില് എന്താണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ അത് കഴിഞ്ഞിട്ട് കാണാം. മെന്റൽസ് ലോസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്സ് ഡിറ്റർമിനേഷൻ കാണാം. ആ ഒരു പാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, പിന്നെ മ്യൂട്ടേഷൻ ഉണ്ട്, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, അതെല്ലാം ആ ചാപ്റ്ററിൽ വരുന്നതാണ്. ആ ഒരു ഭാഗങ്ങളും എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന നമ്മുടെ DNA RNA കുറിച്ചാണ്, അതുപോലെ റിപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പൊ ആ ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. അത് കൂടാണ്ട് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ച് വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. അതിൽ എവല്യൂഷൻ കുറച്ച് ടഫാണ്. അപ്പൊ എവല്യൂഷന്റെ ആ തിയറീസ് ഒക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ, ഇവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ബോറിംഗ് പാറ്റേൺ ചിലപ്പോൾ തോന്നുമായിരിക്കും. ഓക്കെ, അപ്പൊ എവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ തിയറീസും കാര്യങ്ങളൊക്കെ എന്താണ്, പിന്നെ ഹ്യൂമന്റെ ആ ഒരു എവല്യൂഷൻ പ്രോസസ്സ്, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ കോമൺ ആയിട്ടുള്ള എന്താണ് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാവുന്ന ഹ്യൂമൻ ഡിസീസസ്, അതായത് ബാക്ടീരിയ, വൈറസ്, ഇവരൊക്കെ കാരണം ഉണ്ടാവുന്ന ഡിസീസസ്, പിന്നെ നമ്മുടെ എയ്ഡ്സ്, ക്യാൻസർ, ഈ ഭാഗങ്ങളൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ്. അതായത് മൈക്രോബ്സിനെ, മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പലതരത്തിലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് ഫോർമെന്റേഷൻ അല്ലെ. ഇപ്പൊ ഫോർമെന്റേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ പകുതി ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഈസ്റ്റ് വെച്ച് നമ്മൾ പുളിപ്പിക്കുന്നത്, ഏറ്റവും സിമ്പിൾ അല്ലെ. അപ്പൊ അതേപോലെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഹൗസ് ഹോൾഡിലാവട്ടെ, അതുപോലെ ഇൻഡസ്ട്രീസിലാവട്ടെ, അത് കൂടാണ്ട് സീവേജ് ട്രീറ്റ്മെന്റ്, ഇതിലൊക്കെ മൈക്രോബ്സിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അത് വളരെ കടുകട്ടിയായുള്ള ചാപ്റ്റർ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ, ആ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താണ്, ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ പഠിക്കുക. അത് കൂടാണ്ട് അതിന്റെ കൺസർവേഷൻ, അതിന്റെ ഡിഫറെന്റ് മീൻസ് സ്റ്റെപ്സും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഓവറോൾ പഠിക്കുക. അപ്പൊ ലാസ്റ്റിലേക്ക് വരുന്ന 3 ചാപ്റ്റർ നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ അതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ ജെനറ്റിക്സ് കുറച്ച് ടഫാണ്. എവല്യൂഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ എന്താണ്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ലാസ്റ്റിലേക്ക് വരുന്ന ചാപ്റ്റേഴ്സിന് അധികം വെയിറ്റേജ് ഇല്ല, ബട്ട് സ്റ്റിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ആ ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി മീൻസ് ട്യൂഷൻ ഒന്നും പോകാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. ലൈവ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. അതിൽ കൃത്യമായിട്ട് എല്ലാ ഡിസ്കഷൻസും ഉണ്ടാവും. അതുകൂടാണ്ട് മിസ് ഒരു കാര്യം കൂടെ പറയാണ്, നമുക്ക് +1നും അതുപോലെ തന്നെ +2നും, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ +2ലേക്ക് എത്തിയ കുട്ടികളാണ്, നിങ്ങൾക്ക് +1ന്റെ സയൻസ് ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നീറ്റിന്റെ അതുപോലെ JEEന്റെ കോച്ചിങ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ മീൻസ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള എല്ലാ NCERT കോണ്ടന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കൂടാണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ NCERTയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ലാബും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതും വളരെ ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ
ണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എൻക്വയറി ചെയ്യണം അല്ലെങ്കിൽ ഡെമോ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ താഴെ ആ ഒരു നമ്പർ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ +2 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട്. ആ ചാനലിന്റെ ലിങ്കും താഴെ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, അത് ഫോളോ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.